നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് കേന്ദ്രം. ഈ ബില്ല് നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഈ ബില്ലിന്റെ പേര് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്നുള്ളതാണ്. ഈ ബില്ല് പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ബില്ല് പ്രകാരം ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള, അതായത് നമ്മുടെ ഇന്ത്യയിൽ മൈനറായി കണക്കാക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇനി മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് രക്ഷാകർത്തൃ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയ ഇനി ഉപയോഗിക്കണമെങ്കിൽ അത് പാരൻസിൻ്റെ മേൽനോട്ടത്തിൽ അവരുടെ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച ശേഷം മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കി 14 മാസങ്ങൾക്ക് ശേഷം 2023 ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് സർക്കാർ തയ്യാറാക്കിയിരിക്കുകയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയ നേരത്തെ നിരോധിച്ചിരുന്നു. കാരണം ഓസ്ട്രേലിയ പറയുന്നത് ഇത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, ഇതിനകത്ത് ധാരാളം അശ്ലീല കണ്ടന്റുകൾ, വയലൻസുകൾ, പോരാത്തതിന് മതസ്പർദ്ധ, രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുട്ടികളുടെ കയ്യിലേക്ക് സുലഭമായി എത്തുന്നു. അവർ സെർച്ച് ചെയ്യുന്നത് പോലും മയക്കുമരുന്നുകളെക്കുറിച്ചും വയലൻസിനെ കുറിച്ചും ക്രൈമിനെ കുറിച്ചും ഒക്കെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോരാത്തതിന് ഗെയിംസ് പോലെയുള്ള, അതായത് കമ്പ്യൂട്ടർ ഗെയിംസ് പോലെയുള്ള വിഷയങ്ങൾ, വീഡിയോ ഗെയിംസ് പോലെയുള്ള വിഷയങ്ങൾ അവരെ വലിയ രീതിയിൽ വഴിതെറ്റിക്കുന്നു. നമുക്കറിയാം, ഇടയ്ക്ക് കുട്ടികളെ കൊല്ലുന്ന ഒരു ഗെയിമൊക്കെ വന്നിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയ 16 വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചിരുന്നു. 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഇന്ത്യയും ഈ ദിശയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ ബില്ലിന്റെ കരട് രൂപരേഖയാണ് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം ഈ നിയമങ്ങൾ ലംഘിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ളതും ഈ ബില്ലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ ആ ശിക്ഷ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2023 നിയമമാണ് ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല്. അതിലെ സെക്ഷൻ 40 1, 2 എന്നിങ്ങനെയുള്ള ഉപവകുപ്പുകൾ നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ചാണ് ചട്ടങ്ങൾ നിർമ്മിക്കാനായി ഇപ്പോൾ കേന്ദ്രം ഒരുങ്ങുന്നത്. ബില്ലിൻ്റെ കരടിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ വിമർശനങ്ങൾ ഉന്നയിക്കാം, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ ബില്ലുകളും പോലെ ഫെബ്രുവരി 18 ശേഷം പൊതുജനങ്ങളിൽ നിന്ന് ഈ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യും. അതിനുള്ള ഒരു പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് കുട്ടികളെയും വൈകല്യമുള്ളവരുടെയും സ്വകാര്യ വിവരങ്ങൾ കർശനമായി ഈ നിയമം മൂലം സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പോരാത്തതിന് ഡ്രാഫ്റ്റ് അനുസരിച്ച് വ്യക്തിഗത ഡാറ്റ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മാതാപിതാക്കളുടെ അനുമതി വാങ്ങണം എന്നുള്ളത് ഈ ബില്ലിന്റെ മറ്റൊരു വിപ്ലവാത്മകമായിട്ടുള്ള കാര്യമാണ്. അതായത് കുട്ടികളുടെ ഡാറ്റകളും മറ്റും വേണമെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത് സമീപിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ എല്ലാം തന്നെ മാതാപിതാക്കളുടെ അനുമതി വാങ്ങണം. വെറുതെ സമീപിച്ചാൽ മാത്രം പോരാ, ഒന്നെങ്കിൽ സർക്കാർ ID അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡന്റിറ്റി ടോക്കൺ എന്നിങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ബില്ലിന്റെ മറ്റൊരു പ്രത്യേകത. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ശിശുക്ഷേമ ഭവൻ പോലെയുള്ള പല കാര്യങ്ങൾക്കും ഇതിൽ ഇളവുമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. കുട്ടികളുടെ ഡാറ്റയ്ക്ക് പ്രത്യേക ശ്രദ്ധയാണ് ഇതിൽ നൽകുന്നത്. കരട് നിയമങ്ങൾ ഉപയോക്താക്കളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്നതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഈ നിയമം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 100 മുതൽ 250 കോടി രൂപ വരെയുള്ള വലിയ പിഴയാണ്, കനത്ത പിഴയാണ് ഈടാക്കേണ്ടി വരുന്നത്. ഇത് ഡാറ്റ വിശ്വസ്തരുടെ ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പോരാത്തതിന് ഈ ബില്ലിൻ്റെ കീഴിൽ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ തളയ്ക്കാൻ പോകുന്നത് കൊമേഴ്സ് സ്ഥാപനങ്ങൾ, ഓൺലൈൻ ഗെയിമിംഗ് ഇടനിലക്കാർ, സോഷ്യൽ മീഡിയ ഇടനിലക്കാർ തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇടനിലക്കാരെയും ഒക്കെയാണ്. അതിനുള്ള കരട് നിയമങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആശയവിനിമയം സുഗമമാക്കുന്ന മാധ്യമങ്ങളെന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ ഇപ്പോൾ നിർവചിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സുഗമമായി തന്നെ പോകണം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ 18 വയസ്സിന് താഴെയുള്ള, ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.